നമ്മുടെ നാട്ടില് സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ പ്രൈവറ്റ് ബസ്സിൽ ചിലപ്പോൾ കുട്ടികൾക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ തിരക്കുള്ള സമയത്ത് പോലും കുട്ടികൾ കുത്തി നിറച്ച് പോകുന്നു. ചിലപ്പോൾ കുട്ടികളെ കയറ്റാതെ പ്രൈവറ്റ് ബസ്സുകാർ പോകുന്നു. ചിലപ്പോൾ കയറ്റിയ കുട്ടികളെ അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ കുറേ അപ്പുറത്ത് പതുക്കെ ബ്രേക്ക് ചവിട്ടി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇറങ്ങിക്കൊന്ന രീതിയിൽ വണ്ടി നിർത്തിയിട്ട് പോകുന്നു. അതിനിടയിൽ പിള്ളേർ വീഴുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിൽ ഓടുന്ന ഒരു പ്രൈവറ്റ് ആ ബസ് ഒരു ദിവസം വൈകുന്നേരം മൂവാറ്റുപുഴയിൽ കച്ചേരിത്താഴം എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഒരു കുട്ടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി സ്ലോ ആക്കി ഡോറ് തുറന്നു കൊടുത്തു. കുട്ടി ഇറങ്ങുന്നതിന് മുമ്പേ വണ്ടി എടുത്തു. കുട്ടി വീണു, പരിക്ക് പറ്റി, ബസ് നിർത്താതെ പോയി. പിറ്റേ ദിവസം ആ ബസ് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംഭവം, അതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് കാണാം നമുക്ക്. ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടി നിർത്താതെ പേടിച്ചേച്ച് പോയില്ലേ? നമുക്കൊരു ചായ കുടിച്ചേച്ച് വാങ്ങാം. എടാ ചായ എടുത്താ പുള്ളിക്ക് കൊടുക്കാനായിട്ട് മോനെ ഇറങ്ങിയാ ആരാണ് ഇതിൽ ഓടിയേ? ഇയാളല്ലേ ഇതിലെ വണ്ടി മേടിച്ചത്? ആ ചായ പതുക്കെ ഊതി തിരക്കൊക്കെ മാറി പതുക്കെ ഊതി കുടിക്കുക. അതായത് ഇന്നലെ ഇതുവഴി പോയപ്പം നിങ്ങൾ ബസ് നിർത്താതെ പോയിട്ട്, അതായത് മുഴുവനായിട്ട് നിർത്തി കൊടുക്കാതെ ഒരു കുട്ടി പുറത്തിറങ്ങിയപ്പം ഒരു കുട്ടിക്ക് വീണ് പരിക്ക് പറ്റിയില്ലേ? അപ്പോൾ അത് നിങ്ങൾ ഏതായാലും ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി. പലപ്പോഴും അമിത വേഗതയിൽ പോയി അപകടം ഉണ്ടാക്കുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക്, ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു അനുഭവം തല്ലൊന്നുമല്ല, ഇതാണ് സംഭവം. അതായത് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നല്ല ചൂട് ചായ കൊടുക്കും. അത് ഊതി കുടിച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, അത് കുടിച്ചില്ലെങ്കിൽ നിനക്ക് അടിയാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കുടിപ്പിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് കച്ചേരിത്താഴത്തെ DYFI പ്രവർത്തകരാണ്. അപ്പോൾ അവർ ഈ തടഞ്ഞ് ഡ്രൈവർക്ക് ആദ്യം ചായ കൊടുക്കും. ബാക്കി എന്താ നോക്കാം. ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ? ഒരു ക്ലാസ് നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ? ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് തുറന്നിറങ്ങൂലല്ലോ. ഇറങ്ങി വഴിക്കാൻ പയ്യൻ വീണ് അവനെ പറ്റിയിരുന്നത് അറിഞ്ഞാൽ തന്നെ രാത്രി വീട്ടിൽ പോയില്ലേ? ഒരു ക്ലാസ് കൂടെ മേടിച്ചാ അത് മതി. ഇങ്ങോട്ട് പറയുന്നു തലേക്കോട്ട് നീ കുടിച്ചത് കുടിക്കണ വെള്ളം അല്ലല്ല വെള്ളം കൂതി കുടിക്കണം. അതൊക്കെ ഒരു കുടിച്ചു പോയാൽ കുടിക്കുന്നതിനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട. എന്നാ കുടിക്കുന്നത് ഇല്ല. അല്ലല്ല അത് സാറിന്റെ നാട്ടുകാരുടെ പൊതു വിഷയ. ഇത് നാട്ടുകാരുടെ പൊതു വിഷയ. ഈ വണ്ടി സ്പീഡോട്ട് പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല. നീ കുടിച്ചേച്ച് പോയാൽ ഞങ്ങൾ കുടിച്ചേച്ചു പോയാൽ മതി. ഇതും കുടിച്ചേച്ച് പോയാൽ മതി. നീ കുടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ കണ്ടക്ടർ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ന്യായം പറയാൻ വന്നു. അപ്പോൾ നീ അവിടെ മാറിയിടാവേ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ കണ്ടക്ടർ എന്തോ പറഞ്ഞ സമയത്ത് എന്നാൽ നീയും കൂടെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകുന്നു. എന്നിട്ട് കണ്ടക്ടർക്ക് ഒരു ഗ്ലാസ് കൊടുത്തു. പോലീസ് വന്നിട്ട് കണ്ടക്ടർ എഴുതുന്ന നൈസായിട്ട് ആ ചായ മേടിച്ച് വെറുതെ കൊടുക്കാൻ നോക്കിയപ്പോൾ സാർ ഇതിൽ ഇടപെടണ്ട, ഞങ്ങളുടെ പേര് കേസെടുത്തോ, വണ്ടി അടഞ്ഞതിന്, ഇത് ഇവൻ കുടിച്ചിട്ട് പോയാൽ മതി. വളരെ ന്യായമായ ഒരു സമര രീതി അല്ലെങ്കിൽ ന്യായമായ ഒരു പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്. ഓട്ടോമാറ്റിക് ഡോറ് തുറന്നു കൊടുത്ത് ഓട്ടോമാറ്റിക് ഡോർ അടച്ച സമയത്താണ് ആ കുട്ടി താഴെ വീണത്. ഇവർ ചോദിക്കുന്ന ഒരു ന്യായമായ കാര്യമാണ്. ഓട്ടോമാറ്റിക് ഡോറ് ഡ്രൈവർക്കോ അല്ലെങ്കിൽ പുറകിലെ നിൽക്കുന്ന ക്ലീനർക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരിൽ ആരും അത് കൺട്രോൾ ചെയ്യാതെ ആ കുട്ടി താഴെ വീഴില്ല. നിങ്ങളൊക്കെ ഇന്നലെ വീട്ടിൽ പോയില്ല, ആ കുട്ടിക്ക് പരിക്കുപറ്റി ഇറങ്ങുന്നതാണ് ചോദ്യം. വളരെ എന്താ പറയുക, അഭിമാനകരമായ അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട രീതിയിലുള്ള
ഒരു പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് ഒരു സത്യം. ഞാൻ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ജീവനക്കാരോടും KSRTC ജീവനക്കാർ ബസ് ജീവനക്കാരോട് പൊതുവെ പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുട്ടിക്കോ ഒരാൾക്കോ ഒരു അപകടം ഉണ്ടായാലും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അപകടം ഉണ്ടായതിന് ശേഷം അത് തിരുത്താം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മത്സര ഓട്ടങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. നാട്ടുകാർക്ക് പറയുന്നതിനും നാട്ടുകാർക്ക് നിങ്ങളെ വണ്ടി തല്ലി പൊളിക്കുന്നതിനും നാട്ടുകാർക്ക് നിങ്ങളെ തല്ലുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. സമര രീതികളും പ്രതിഷേധങ്ങളൊക്കെ ചിലപ്പോൾ പല രീതിയിലൊക്കെ മാറാം. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ചൂരൽമലയും പുത്തുമലയും അട്ടമലയും ഒക്കെ നമ്മൾ കണ്ടല്ലോ. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നും ഇത്രയൊക്കെ ഉണ്ട് എന്നും കാണിച്ചു തന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് മത്സര ഓട്ടങ്ങളൊക്കെ ഒഴിവാക്കുക. മനുഷ്യജീവന് വില കൊടുത്തുകൊണ്ട് റോഡിൽ വാഹനം ഓടിക്കുക. അതിനി പ്രൈവറ്റ് ബസ് ജീവനക്കാരെന്ന് മാത്രമല്ല, വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്.